ചില സൗഹൃദങ്ങൾ അതെത്ര ദൂരത്താണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും ഒളിമങ്ങാതെ നിലനിൽക്കുന്നുള്ള തെളിവായിട്ട് എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മധു എന്നാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ദുബായ് ദേരയിലെ ബനിയാസിൽ ഒരു കഫേയുടെ മാനേജറായി വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ സാജിൽ എന്ന കൊറിയർ കമ്പനിയിലായിരുന്നു. പാസ്പോർട്ട് സർവീസ്, അത് എമിഗ്രേഷൻ്റെ സർവീസ് ഞാൻ ചെയ്തു കൊടുത്തു. അതെൻ്റെ ജോലിയാണ്. അവിടെ നിന്നുണ്ടായ സൗഹൃദം 9 വർഷമായിട്ട് തുടരും. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടല്ല, അദ്ദേഹം എല്ലാ പെരുന്നാളിൻ്റെ സമയത്ത്, അഥവാ ഈദുൽ ഫിത്തറിൻ്റെ തലേന്നും ഈദുൽ അദ്ഹാൻ്റെ തലേന്നും ആ പെരുന്നാൾ ആശംസയുടെ ഒരു സ്റ്റിക്കറും അതിന് തൊട്ട് താഴെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജും എനിക്കും എൻ്റെ ഫാമിലിക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈദാശംസകൾ പറഞ്ഞു. 9 വർഷമായി തുടരും. 2015 പരിചയപ്പെട്ട അദ്ദേഹം ഈ 2024 ഈ വലിയ പെരുന്നാൾ വരെ അദ്ദേഹത്തിന് ആശംസ സ്റ്റിക്കറും ആശംസ വോയിസും അയച്ചിട്ടുണ്ട്. എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ്. മധു എന്ന മധുവേട്ടൻ, ഞാൻ സാറ് എന്നാണ് വിളിക്കല്. അദ്ദേഹം വളരെ മാന്യമായി പെരുമാറുന്നൊരു വ്യക്തിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളമെങ്കിലും കുടിക്കാതെ തന്നെ പുറത്തുവിടും. അതിനുശേഷവും അദ്ദേഹം ആ സൗഹൃദം സൂക്ഷിക്കുന്നു. ഞാൻ ചെയ്ത സർവീസ് ജോലിയാണെങ്കിൽ കൂടെ ആ എൻ്റെ നല്ല സർവീസിനെ കുറിച്ച് ഇന്നും ഓർക്കുന്ന, എന്നെ വളരെ നന്നായി ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മധുവേട്ട ഒരു ബിഗ് സല്യൂട്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഇപ്പോഴും മക്കൾ ഒക്കെ ഇവിടെ ദുബായ് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മധുവേട്ട ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നത്. ഇത്ര ദൂരത്തായിട്ട് ഇത്ര കാലം കഴിഞ്ഞിട്ടും എന്നെ പോലെ ഒരാളെ ഓർക്കുന്നു എന്നത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നത് വലിയ ഭാഗ്യമല്ല.